ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് കണ്ണൂർ സ്റ്റൈൽ വറുത്തരച്ച ചിക്കൻ കറി. മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എന്നാലും തുടക്കക്കാർക്ക് ഇതൊരു ഉപകാരമായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ചിക്കൻ മസാല ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഏത് ബ്രാൻഡിൻ്റെ ആയാലും. ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മസാലകൾ കഷ്ണങ്ങളിൽ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ പിന്നീട് നമ്മൾ പാചകം ചെയ്യാനാവുമ്പോഴത്തേക്കും ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്നതായിരിക്കും. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതേ സമയം തന്നെ നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് തേങ്ങ വറുത്തെടുക്കലാണ്. ഇതിനു വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ, അതായത് അരമുറി തേങ്ങ നേരത്തെ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഇളം ചുമപ്പ് നിറമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 12 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻസ്. പിന്നീട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും. ഇത് കുറേ സമയം, ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ചെറിയൊരു ചുമപ്പ് നിറമാകുന്നത് വരെ ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം മാത്രമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ കുക്കിങ്ങിനെല്ലാം വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ തേങ്ങ വറുത്തെടുക്കണം. ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ചിലർ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. മല്ലി മുഴുവനായിട്ടോ അതേപോലെ പൗഡറായിട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മല്ലിപ്പൊടിയൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വെറും ചിക്കൻ മസാല വെച്ചാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന അതേ രുചിയിലാണ് ഇവിടെ ചിക്കൻ കറി തയ്യാറാക്കി കാണിക്കുന്നത്. ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുരുമുളക് മുഴുവനായിട്ടാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ തേങ്ങ വറുക്കുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ടിൻ്റെയും മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെയും പച്ചനിറമാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് അനുവദിക്കാം. ഇവിടെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നെയ്യിലൊന്ന് കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ല കറിക്കൊരു പ്രത്യേക തരം സ്വാദ് തന്നെ കിട്ടുന്നതാണ്. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി, ഇവിടെ ഞാൻ ഏകദേശം 3-4 പച്ചമുളകാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തൊന്ന് നമുക്ക് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, ഇവിടെ ഞാൻ 2 വലിയ ഉള്ളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉള്ളി സോഫ്റ്റായി കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതേ സമയം തന്നെ നമുക്ക് വറുത്ത് വെച്ച തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം.
മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മസാല തയ്യാറാക്കിയെടുക്കാം. തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ കുറച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി 2ഓ 3ഓ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാൻ തക്കാളി എത്ര ചേർത്ത് കൊടുത്താലും നല്ലത് തന്നെയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് സ്പൂണ് വെച്ച് ഇളക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ചിക്കനിൽ തന്നെ ആവശ്യമായ വെള്ളം ഉണ്ടാവും. വേവുമ്പോൾ അത് ചിക്കനിൽ തന്നെ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നീടാണ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. പണ്ടൊക്കെ ചിക്കൻ കറി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ട്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ മസാലയാണ് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തയ്യാറാക്കി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം, മാക്സിമം അരമണിക്കൂറോളം തയ്യാറാക്കാൻ ടൈം എടുക്കും. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി, ബ്രെഡ് എന്ന് വേണ്ട ഇവയുടെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാൻ വളരെ രുചിപ്രദമായിരിക്കും. മസാല ചേർത്ത് കൊടുത്ത് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര ഗ്രേവിയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച്. നല്ല ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ആവശ്യത്തിന് വെള്ളം. ഇവിടെ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ തന്നെ നമുക്ക് ആവശ്യമായ ഗ്രേവി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതിലേക്ക് വീണ്ടും നമ്മൾ 1 ടേബിൾ സ്പൂൺ ചിക്കൻ പൗഡർ, ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആകെ 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ടോട്ടലായിട്ട് ഇവിടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. നമ്മുടെ ചിക്കൻ കറി, വറുത്തരച്ച ചിക്കൻ കറി ഇപ്പോൾ ഏകദേശം ഇവിടെ തയ്യാറായി വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും ചിക്കൻ കറിക്ക് നല്ല സ്വാദായിരിക്കും. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കണ്ണൂർ സ്റ്റൈൽ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ലാസ്റ്റ് ഒരു ജോലി കൂടി ബാക്കിയുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉള്ളി വറുത്തിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ചേർത്ത് ചുവപ്പ് നിറമാകുന്നത് വരെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക സ്വാദായിരിക്കും. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ കറി ഇവിടെ
സെർവ് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.